ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വിതരണം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ്. ഒരു മാസത്തെ തുക ഈ മാസം ഇപ്പോൾ വിതരണം ചെയ്യുവാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. ഈ ആഴ്ച അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യത്തോടു കൂടിയോ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. പക്ഷേ നമ്മൾ അതെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുടിശ്ശിക ഇനത്തിലുള്ള തുക വളരെ പെട്ടെന്ന് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരിച്ചടി ഭയന്നുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കുടിശ്ശിക ഇനത്തിലുള്ള ക്ഷേമ പെൻഷൻ തുക പൂർണ്ണമായിട്ടും 2-3 തവണയായിട്ട് പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ സംസ്ഥാന ധനകാര്യ മന്ത്രാലയവും മുഖ്യമന്ത്രിയും നടപടി എടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്നുള്ള കരുതലിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ നടപടികളിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക ഉടനെ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷൻ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതിയിലത്തെ വരെ തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും ഇന്നു മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഇനി മുതൽ അങ്ങോട്ട് തുക തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്നു മുതൽ ഇതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നു മുതലാണ് ഓഗസ്റ്റ് മാസം അവസാനം വരെയാണ് ഇതിനൊരു സമയം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഈ ഒരു പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഉടനെ തന്നെ ചെയ്യുക. മാത്രമല്ല, കിടപ്പ് രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ചാൽ മതിയാകും. വാതിൽപ്പടി സേവനങ്ങളൊക്കെ ലഭ്യമാകുകയും ചെയ്യും. കൂടാതെ തന്നെ ഇനി മുതൽ അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക അതാത് മാസങ്ങളിലായിരിക്കും. അതായത് ഇനിയിപ്പോൾ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടിയാണ്. കാരണം ഇടയ്ക്കുള്ള കുടിശ്ശികയുള്ള തുക 2-3 ഗഡുക്കളായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് ആരംഭിക്കുന്നത്. അതാത് മാസങ്ങളിലെ തുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ 5-6 മാസത്തെ തുക പെൻഡിങ് വന്നിരിക്കുന്നു. ആ ഒരു തുക പെൻഡിങ് ആയിട്ട്, അത് കുടിശ്ശികയായിട്ട് തന്നെ ഇട്ടുകൊണ്ട് ഇപ്പോൾ ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ 2 മാസത്തെ തുക കൂടി കൂടുതലായിട്ട് വിതരണം ചെയ്യുക, ആ ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഇത് തന്നെയായാലും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വലിയ ഒരു ആശ്വാസം നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം മുന്നണിയിൽ തന്നെ ഈ ഒരു ഭരിക്കുന്ന LDF മുന്നണിയിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാത്തതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും അധികാരത്തിൽ കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റുകളുടെയൊക്കെ വിതരണമായിരുന്നു. കൂടാതെ ക്ഷേമ പെൻഷൻ തുക 2500 രൂപയിലേക്കൊക്കെ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ പറച്ചിലിൽ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ആ തുക വർദ്ധിപ്പിക്കുവാൻ യാതൊരു തരത്തിലുമുള്ള സാധ്യതകളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇന്നു മുതലാണ് മസ്റ്ററിങ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ദിവസം മുതൽ